അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പുളിമുട്ടായി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുട്ടീസിനും തന്നെ പണി. അപ്പോൾ പുളി മിഠായിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. അന്നു മിഠായിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർക്കിപ്പോൾ തന്നെ മിഠായിയൊക്കെ വാങ്ങാം. മിഠായി മിഠായി കിട്ടിയ സന്തോഷത്തിൽ അപ്പോൾ കളിക്കണ പോയി എടുക്കാണ്ട പണി. കുറച്ച് നേരത്തെ അവനെ എത്തിച്ച് നോക്കി. അപ്പോൾ അവനെ എടുത്തിട്ട് കിട്ടിയില്ല. അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് നേരം എടുത്തു. കടയിലേക്ക് വന്നു. കുട്ടികൾക്ക് മിഠായി, നമുക്ക് നമ്മളെ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. ഉമ്മച്ചി അവിടെ വീട്ടിലുണ്ട്. ഭയങ്കര ബഹളവും സംസാരവും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ മോളൂസിനെ അംഗൻവാടിക്ക് കൊണ്ടുപോയി ആക്കാൻ പോവാണ് കേട്ടോ. മോളെ അംഗനവാടി കൊണ്ടുപോയി ആക്കുമ്പോൾ റൈനൂസും വരും. റൈനൂസിനെയും കൊണ്ടുപോകും. അവന് ഇരിക്കൊന്നുമില്ല, ഇരിക്കാനായിട്ടില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ ഒന്ന് അംഗൻവാടി പോവാണ്. നാളെ പിന്നെ സൺഡേ ആണ്, ലീവല്ലേ. മോളെ കൈ ഒന്ന് വിട്ടാൽ അവൾ സ്പീഡിൽ പോയി ഓടിപ്പോവും. ഇന്ന് ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്തിട്ടോ. അവിടെ ചെറുതായിട്ടല്ല, നല്ല വെള്ളമുള്ള മഴ പെയ്തു രാവിലെ. റോഡൊക്കെ നല്ലോണം നനഞ്ഞിട്ടുണ്ട്. പിന്നെ അംഗനവാടി പോവാ. അങ്ങനെ ഞങ്ങളങ്ങനെ നടന്നങ്ങനെ പോവാണ് കേട്ടോ. റോഡിൻ്റെ സൈഡിൽ കൂടെ. മോനൂസേ, ഞങ്ങളങ്ങനെ പള്ളിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ റോട്ടിലേക്ക് പിന്നെ വണ്ടി കയറ്റവും ഇറക്കും വളവൊക്കെ ആയതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചങ്ങനെ പോകണം. അവിടെ ഒരു ബൈക്ക് നിർത്തിയപ്പോൾ നടത്ത സ്റ്റെക്കായിട്ട് അവളെ ചെരുപ്പ് തിരിച്ചിട്ട പെണ്ണി. മോനൂസിന് പോവാനും ഇഷ്ടമാണ്. പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ അതിൻ്റെ ഉള്ളിലിരിക്കണം, അവനവിടെ ഇരിക്കണം, കളിക്കണതും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അവനെന്ത് പണി, ഞാൻ പോണേന് വാതിൽ ഡോറടച്ചിടും. അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സൈഡിക്കുന്നിട്ടോ വായോ പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചുണ്ടോ. അറിയുന്നു ബസ്സൊക്കെ പോയിട്ടോ. അപ്പോൾ ബസ് പോയപ്പോൾ ഞങ്ങൾ സൈഡിലോട്ടാണ്. വീതി കുറഞ്ഞ റോഡാണ്, ചെറിയ പോക്കറ്റ് റോഡല്ലേ. റോഡിൻ്റെ സൈഡിൽ തൊട്ടാവാടി ഉണ്ട്. ആ തൊട്ടാവാടി തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഇല ചുരുങ്ങുമല്ലോ. അത് നോക്കി പോവാനിട്ട് സനമോള്. അതിൻ്റെ ഇടയിൽ വല്ല ചെറിയ പ്രാണികളും ഉണ്ടാവും. അതൊന്നും പറഞ്ഞാൽ കേൾക്കൂല. പോണ വഴിയിൽ വികൃതി കുട്ടിയാണ്. ഇങ്ങനെ പോണ വഴിയിലേക്ക് എത്തിയിട്ടോ. ഞാൻ പിന്നെ വീഡിയോ ഓഫായ ഓക്കെ. അവിടെ പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ പിന്നെ വീഡിയോസ് എടുത്തത്. ഞങ്ങൾ വന്നപ്പോൾ നേരം വൈകിട്ടുണ്ടായിരുന്നു.
ചൂട്ടല്ലേ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേ ഒരു പൂച്ചക്കുട്ടി ചത്ത് കിടക്കുന്നുണ്ട് റോട്ടിൽ. വണ്ടി തട്ടിയതാ തോന്നുന്നു. ഉറുമ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അധികം ആരും കണ്ടവരൊന്നും കണ്ടില്ല തോന്നുന്നു. അതിനടുത്ത് മാറ്റിയിട്ടില്ല. ഇപ്പോൾ വണ്ടി തട്ടിയിട്ടുള്ളൂ. അങ്ങനെ മുറിവായിട്ടൊന്നും കാണാനില്ല. പാവം. പാവാണല്ലേ. സനമോളെ അതിനെ എടുക്കാൻ വേണ്ടി നോക്കായിരുന്നു. വണ്ടി തട്ടിയിട്ട് ചത്തുപോയി. അങ്ങനെ ഞങ്ങൾ കുറച്ച് മിഠായിയൊക്കെ വാങ്ങി. അവൾക്ക് മിഠായി വേണം. അപ്പോൾ ആ കടയിൽ കയറണ്ടേ നമുക്ക് ഇവിടെ നിന്ന് പുളി മിഠായി എടുക്കാറുണ്ട്. ഞാൻ എന്നിട്ട് അവൾക്ക് മിഠായിയൊക്കെ മേടിച്ചു. അപ്പോൾ മിഠായിയൊക്കെ എടുത്ത് കൊടുത്തു. അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ്. അടുത്ത പരിപാടി. നമ്മളും ചെറുതാവുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നു. നമുക്കൊന്നും അങ്ങനെ മിഠായിയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ആരും മിഠായി വാങ്ങിത്തരാൻ. അന്നത്തെ ഒരു ജ്യോതി മിഠായി, ഓറഞ്ച് മിഠായി ഒക്കെ അല്ലായിരുന്നോ. ഇപ്പോഴും ഉണ്ട് അതൊക്കെ. ഞാനിപ്പോഴും അതൊക്കെ കാണുമ്പോൾ വാങ്ങും കേട്ടോ. അന്നൊക്കെ ഇഷ്ടം പോലെ വാങ്ങിത്തരാൻ ആരുള്ളത്. ഉമ്മ വല്ലപ്പോഴും വാങ്ങി തന്നാലായി, അത്ര തന്നെ ഉള്ളൂ. അതിന് മിഠായി ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടപ്പോൾ എനിക്ക് പാവമായിട്ടോ. അങ്ങനെയൊക്കെ എത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. ചെറിയൊരു കൊച്ചു വീഡിയോ ആണ്. കടയിൽ പിന്നെ ആളൊക്കെ കുറവായതുകൊണ്ട് മക്കൾ ഓടിച്ചാടി കളിക്കണതാണ് ഭയങ്കര സന്തോഷം. മറ്റേത് മടുത്താവുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അടച്ചിട്ടിട്ട് അവിടെ ചളിയിലും മണ്ണിലൊക്കെ കിടന്ന് ഞാൻ ചെല്ലുമ്പോഴത്തിന് മീൻ വെള്ളമില്ലാത്ത ചളി കിടന്ന് ഉരുണ്ട മാതിരിയാവും കുട്ടികളെ കോലം. പിന്നെ നേരത്തിന് ഫുഡൊന്നും എടുത്ത് കൊടുക്കണില്ലല്ലോ, അങ്ങനെ ശ്രദ്ധിക്കണമില്ല. ഉമ്മ കുളിപ്പിച്ച് കൊടുക്കേ ഒന്നും ഉണ്ടാവില്ല, ഡ്രസ്സും ഉണ്ടാവില്ല. ഒരു കഥായിട്ടുണ്ടാവും ഞാൻ ചെല്ലുമ്പോഴേക്ക്. പിന്നെ അരികത്തുണ്ടാകുമ്പോൾ ഒരു സന്തോഷമാണ്. പക്ഷെ ചിലവരിങ്ങനെ പറയും കുട്ടികളാനൊക്കെ ഇട്ട് കടയിൽ എല്ലാം. ഇതിപ്പോൾ വലിയൊരു കട ഒന്നും